വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 6ാമത്തെ ചാപ്റ്റർ ഞങ്ങളെ സോഴ്സസ് ഓഫ് എനർജി അല്ലെങ്കിൽ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചു ഞങ്ങളെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് 5 ചാപ്റ്ററേ ഉള്ളത്, പക്ഷേ ഇപ്പോഴറിഞ്ഞ് 6ാമത്തെ ചാപ്റ്റർ ഉണ്ടെന്ന്. അപ്പം നമുക്കതിടാം. ഈ ഒരൊറ്റ ലിങ്കിൽ തന്നെ ഞാനിത് വായിക്കുകയും ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ നോട്ടും എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങ് എഴുതിയെടുക്കണേ. ഇനി വിരളയിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ പരീക്ഷയ്ക്ക്. അതുകൊണ്ട് നോട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം, പഠിക്കണം. അപ്പം ഞാൻ ഈ ടെസ്റ്റ് വായിക്കുകയും ചെയ്യാം, ഞാൻ അതിൻ്റെ നോട്ടും അങ്ങ് പറയാം കേട്ടോ. അപ്പോൾ രണ്ടും കൂടി അങ്ങ് എഴുതിയെടുക്കണേ. നോക്കൂ നിങ്ങളെ, ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് അതിൻ്റെ മലയാളം. ഇംഗ്ലീഷ് എന്താവും നിങ്ങളെ നോക്കിയേ, സോഴ്സസ് ഓഫ് എനർജി. നോക്കണേ, എൻ്റെ കുറേ കുട്ടികളിൽ നിന്ന് കഴിക്കുകയാണ്. നിങ്ങളും ഇത്തരം കളികളിൽ ഏർപ്പെടാറില്ലേ? തുടർച്ചയായി കളികളിൽ ഏർപ്പെടുമ്പോൾ ക്ഷീണം അനുഭവപ്പെടാറില്ലേ? ക്ഷീണം അനുഭവപ്പെടാൻ എന്താവും കാരണം? കളിക്കുമ്പോൾ നാം വിവിധ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എന്താ അതിൻ്റെ ആൻസർ നോക്കിക്കേ. അതിൻ്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം തന്നെ അതാവും നിങ്ങൾ, എന്താണ് ഊർജം? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല, വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു. ചൂട്, പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങളാണ്. നിങ്ങളുടെ വീട്ടിൽ ഊർജം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമെന്ന് എഴുതി നോക്കൂ. നമ്മൾ എന്തോത്തിനൊക്കെയാണ് ഊർജം എടുക്കുന്നത് എന്നാണ്. അതായത് പേജ് നമ്പർ 108 കാര്യങ്ങളാണ് ഇത്രയും. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കണേ നിങ്ങളെ. എന്താണ് എനർജി നോക്കണേ. ദ എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കാൾഡ് എനർജി. ഇംഗ്ലീഷ് മീഡിയക്കാരത് എഴുതിയെടുക്കണേ. എന്താ? ദ എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കാൾഡ് എനർജി. വി കനോട്ട് സീ എനർജി. ഇറ്റ് മാനിഫെസ്റ്റ് ത്രൂ ഡിഫറെൻറ്റ് ആക്ഷൻസ്. ഹീറ്റ് ആൻഡ് ലൈറ്റ് ആർ ഫോം ഓഫ് എനർജി ദാറ്റ് വി ക്യാൻ എക്സ്പീരിയൻസ്. അതിൽ ഈ 1ഉം 2ഉം വരി നമുക്ക് എളുപ്പമാണ് പഠിക്കാൻ അല്ലേ. ദ എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കാൾഡ് എനർജി. വി കനോട്ട് സീ എനർജി അല്ലേ. അത് എന്താവും നിങ്ങൾ അതിൻ്റെ മലയാളം എന്താ? ഊർജം എന്നാൽ എന്താണെന്നാണ് കേട്ടോ. ഊർജം എനർജിയുടെ മലയാളമാണ് ഊർജം. അതായത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഊർജം എന്ന് പറയുന്നത്. ഈ പ്രവൃത്തി എന്ന് വെച്ചാൽ എന്താ? ജോലി അല്ലേ. പ്രവൃത്തി അല്ലെങ്കിൽ ജോലി എന്ന് പറയാം. പ്രവൃത്തി എന്നാണ് എഴുതേണ്ടത്. ഇനി പ്രവൃത്തി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ വയ്യാത്തതിനാണ് ഞാൻ അവിടെ ജോലി എന്ന് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ രണ്ടായാലും ശരിയാവും നിങ്ങളെ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. നമുക്ക് ഊർജത്തെ എന്താ കാണാൻ കഴിയില്ല, വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് അത് പ്രകടമാകുന്നത്. ചൂടും വെളിച്ചവും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എന്താ? ഊർജത്തിൻ്റെ രൂപങ്ങളായതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ 2-3 വരിയെങ്കിലും എനർജി എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ എഴുതണേ നിങ്ങളെ. അടുത്ത നോക്കിക്കേ. വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ യുവർ ഹൗസ് വെയർ എനർജി ഈസ് യൂട്ടിലൈസ്ഡ്? അതിൻ്റെ തൊട്ട് താഴത്തെ ചോദ്യം നിങ്ങൾ കണ്ടോ. നിങ്ങളുടെ വീട്ടിലെ ഊർജം ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാം? എന്തൊക്കെ ഊർജ്ജം നിങ്ങളെ? ഫോർ കുക്കിംഗ്, ആഹാരം പാകം ചെയ്യാൻ, അയണിങ് തുണി തേക്കാൻ, ലൈറ്റ്, മുറിയിൽ ലൈറ്റില്ലേ അത് പ്രകാശ ഊർജ്ജമാണ്. ഇതെല്ലാം ഊർജ്ജമാണ് കേട്ടോ. മുറിയിൽ പ്രകാശം ലഭിക്കുന്നതും ഒക്കെ എന്താണ്? പ്രകാശോർജം. ഒത്തിരി ഊർജ്ജങ്ങളെക്കുറിച്ചുണ്ട്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇപ്പം ഇല്ല, ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഒരുപാട് ഊർജ്ജങ്ങളെക്കുറിച്ച്, എനർജി കേട്ടോ, എന്താ കൈനറ്റിക് എനർജി, ഒരുപാട് എനർജികളെക്കുറിച്ചുണ്ട്. അപ്പോൾ നമുക്കത് പറഞ്ഞ് നിങ്ങളെ ഇതാക്കുന്നില്ല. അപ്പോൾ അതിനകത്ത് ലൈറ്റ് എനർജി, പ്രകാശ ഊർജ്ജമുണ്ട് കേട്ടോ. ഫോർ കുക്കിംഗ്, ആഹാരം പാകം ചെയ്യാൻ, അയണിങ് തുണി തേക്കാൻ, തുണി തേക്കുക എന്ന് പറയുന്ന ചില സ്ഥലങ്ങളിൽ ഇസ്തിരി ഇടുക എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പം എന്താ അയണിങ്, ലൈറ്റ്, മുറിയിൽ പ്രകാശം ലഭിക്കുന്നതിനും ഒക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 2-3 എഴുതിയേക്കണം. കാരണം നമ്മളോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങളുടെ വീട്ടിൽ ഊർജ്ജം ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കേട്ടോ. അപ്പോൾ 2 ഒക്കെ ആയോ. അടുത്തത് 3ാമത്തെ നോക്കിയേ. വാട്ട് ആർ ദ സോഴ്സസ് ഫ്രം വിച്ച് എനർജി ഫോർ കുക്കിംഗ് ഈസ് ഒബ്റ്റെയിൻഡ്? പാചകം ചെയ്യാനുള്ള ഊർജം എന്തിൽ നിന്നെല്ലാമാണ് നമുക്ക് ലഭിക്കുന്നത്? ഏതൊക്കെയാണ് നിങ്ങളെ? വിറക് അല്ലേ. എന്താ? വിറക്, അതായത് വിറക്, മണ്ണെണ്ണ, LPG എന്നിവയിൽ നിന്നാണ് നമുക്ക് എന്താ നമ്മൾ പാചകം ചെയ്യാൻ എന്തൊക്കെ ഉപയോഗിക്കുന്നത്? ഇത് 3 അല്ലേ. ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താവും നിങ്ങളെ? വുഡ്, കെറോസിൻ. മണ്ണെണ്ണയാണ് കേട്ടോ, കെറോസിൻ. സ്പെല്ലിംഗ് അറിയത്തില്ലേ? പഠിച്ചോണേ. LPG അല്ലേ, ഗ്യാസ് സ്റ്റൗവിൽ. ഇതിലൊക്കെ നമ്മൾ അടുപ്പ് കത്തിക്കുന്നു, മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നു, ഗ്യാസ് സ്റ്റൗ കത്തിക്കുന്നു. ഇതെല്ലാം പാചകം ചെയ്യാനുള്ള എന്താ ഊർജം കിട്ടുന്നതാണ് അല്ലേ. വേണ്ട, നിങ്ങളുടെ ടെസ്റ്റിലെ അടുത്ത പാഠം കണ്ടോ, ഇന്ധനങ്ങൾ കണ്ടോ. ആദ്യകാലത്ത് നമ്മൾ എന്താവും നിങ്ങളെ, ഇപ്പോഴും മിക്ക വീടുകളിലും അടുപ്പ്
കത്തിക്കുന്നുണ്ട് അല്ലേ. സമയപരിധി കൊണ്ടാണ് കുഞ്ഞുങ്ങളെ എല്ലാ വീടുകളിലും ഇപ്പോൾ എന്താണ് റൈസ് കുക്കറുകളും അല്ലേ. കാരണം രാവിലെ ജോലിക്ക് പോകുന്നതുകൊണ്ട് അടുപ്പും കത്തിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും കൂടുതലും ഇപ്പോൾ ജോലിക്കാരെല്ലാം റൈസ് കുക്കറുകളാണ് അല്ലേ. അപ്പം ചോറെല്ലാവരും അടപ്പയിലാണ് വയ്ക്കുക, റൈസ് കുക്കർ സ്റ്റൗവിലാണ് വെക്കുന്നത് അല്ലേ. പണ്ട് കാലങ്ങളിൽ എല്ലാവരും അടുപ്പിലായിരുന്നു. പിന്നെ അതിന് കഴിഞ്ഞപ്പോൾ മണ്ണെണ്ണ സ്റ്റൗ ഉപയോഗിക്കണ്ടോ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു മണ്ണെണ്ണ സ്റ്റൗവ്. ഇപ്പോൾ എന്താ എല്ലാവരും എന്താ ഗ്യാസ് സ്റ്റൗ ആണ്, എല്ലാ വീട്ടിലും ഗ്യാസ് സ്റ്റൗ ആണ് അല്ലേ. അപ്പോൾ കാലങ്ങളിൽ പോയ മാറ്റങ്ങളാണിത് അല്ലേ. ഏതൊക്കെ തരം അടുപ്പുകളാണ് വീടുകളിൽ ഉപയോഗിച്ചിരുന്നത്? നിങ്ങളുടെ വീട്ടിൽ ഇവയിൽ ഏതെല്ലാം തരത്തിലുണ്ട്? ഇതൊക്കെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിലേതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നൊക്കെ. ആഹാരം പാകം ചെയ്യുന്നതിനാണല്ലോ അടുപ്പ് ഉപയോഗിക്കുന്നത്. ചൂടിൽ നിന്നും ഊർജ്ജം ലഭിക്കുമ്പോഴാണ് ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത് അല്ലേ. നമ്മൾ ആഹാരം ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിലും ഈ സംഭവം മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ചൂടിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഇംഗ്ലീഷ് മീഡിയക്കാർ സംഭവങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക. ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ഇംഗ്ലീഷും മലയാളവും തന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ചൂടിൽ നിന്നും ഊർജ്ജം ലഭിക്കുമ്പോഴാണ് അല്ലേ. നമ്മൾ അടുപ്പിൽ ഗ്യാസ് ആയാലും ഈ അടുപ്പിൽ വെച്ചാലും എന്താ ഈ അടുപ്പിൽ നിന്നും ചൂട് കിട്ടുന്നത് കൊണ്ടാണ് അതിൻ്റെ മണ്ടയ്ക്കിരിക്കുന്ന ആഹാരം വേവുന്നത് അല്ലേ. അതറിയാമല്ലോ. ചൂടിൽ നിന്നും ഊർജ്ജം ലഭിക്കുമ്പോഴാണ് ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത്. ചിത്രത്തിൽ കണ്ട അടുപ്പുകളിൽ താപം ലഭിക്കുന്നത് എങ്ങനെയാണ്? ഓരോ തരം അടുപ്പിലും കത്തുന്ന വസ്തു ഏതാണ്? നോക്കി, ഇവിടെ വിറകാണ് അല്ലേ. വിറക് കത്തുമ്പോഴാണ് ഇവിടെ എന്താ ആഹാരം പാകമാകുന്നത്. ഇവിടെ മണ്ണെണ്ണ അല്ലേ, മണ്ണെണ്ണ കത്തുമ്പോഴാണ്. ഇവിടെ LPG ഗ്യാസ് അല്ലേ. മൂന്ന് രീതിയിലാണ്. അപ്പോൾ അതാണ് താപം ലഭിക്കുന്നതിന് മറ്റേതെങ്കിലും വസ്തുക്കൾ ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ. അപ്പോൾ നമ്മളോട് ഇപ്പോൾ ചോദിച്ച ഏതൊക്കെയാണ്? ഇപ്പം നമ്മളിത് പഠിച്ചല്ലേ. വൈ ടൈപ്പ് സ്റ്റൗ ആർ യൂസ്ഡ് ഇൻ ഹോം? അതെ, വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റൗ ആർ യൂസ്ഡ് ഇൻ ഹോം? ഏതെല്ലാം തരത്തിലുള്ള അടുപ്പുകളാണ് നാം വീടുകളിൽ ഉപയോഗിക്കുന്നത്? ഏതൊക്കെ കുഞ്ഞുങ്ങളെ ഇപ്പം നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാ? വിറകടുപ്പുണ്ട്, മണ്ണെണ്ണ ഒഴിക്കുന്ന അടുപ്പുണ്ട്, ഗ്യാസ് അടുപ്പുണ്ട് അല്ലേ. ഓപ്പൺ ഹെർത്ത് എന്നാണ് കേട്ടോ വിറകടുപ്പിന്. ഓപ്പൺ ഹെർത്ത്, കെറോസിൻ സ്റ്റൗവ്, ഗ്യാസ് സ്റ്റൗവ്. പിന്നെ ഇപ്പോൾ ഇൻഡക്ഷനുണ്ട് അല്ലേ, കറണ്ട് വെച്ചുള്ള ഇൻഡക്ഷൻ സ്റ്റൗവ്. ഇതൊക്കെ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ഏതെല്ലാം തരത്തിലുള്ള അടുപ്പുകളാണ് നാം ഇന്ന് വീടുകളിൽ ഉപയോഗിച്ചതെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ ആണോ? അടുത്ത നോക്കൂ കുഞ്ഞുങ്ങളെ, എന്താണെന്ന് നോക്കിക്കേ. ഫ്യൂവൽ എന്നാൽ എന്താണ്? എന്താ കുഞ്ഞുങ്ങളെ? ഫ്യൂവൽ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ഇന്ധനങ്ങൾ കേട്ടോ. എല്ലാത്തിൻ്റെയും മലയാളം അറിയണേ. എന്താ? ഇന്ധനങ്ങൾ. എന്താണ്? ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ജനറേറ്റ് ഹീറ്റ് വെൻ ബേൺഡ്. BURND ബേൺഡ്. മെനി മെറ്റീരിയൽസ് സച്ചസ്. ഏതൊക്കെയാണ്? സച്ചസ് വുഡ്. പേര് ഓർത്തോണേ കുഞ്ഞുങ്ങളെ. ഏതൊക്കെയാ? വുഡ്, കെറോസിൻ, LPG, പെട്രോള്, ഡീസൽ ആൻഡ് കോൾ ആറ് ഫ്യൂവൽ. ഓരോ പേര് ഓർത്തോണേ. എന്താണ് ഫ്യൂവൽ? ഇന്ധനങ്ങൾ എന്നാൽ എന്താണ്? ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ജനറേറ്റ് ഹീറ്റ് വെൻ ബേൺഡ്. മെനി മെറ്റീരിയൽസ് സച്ചസ് വുഡ്, കെറോസിൻ, LPG, പെട്രോള്, ഡീസൽ ആൻഡ് കോൾ ആർ ഫ്യൂവൽ. അതായത് കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. എന്താ നിങ്ങളെ? കത്തുമ്പോൾ താപം, ചൂട് അല്ലേ, പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. ഏതൊക്കെയാണ്? വിറക് കത്തിക്കുന്നത്, മണ്ണെണ്ണ, LPG, പെട്രോള്, ഡീസൽ തുടങ്ങി ധാരാളം വസ്തുക്കൾ നമ്മൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. മനസ്സിലായോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫ്യൂവലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതാനുള്ളതാണ്. 5 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ച കുഞ്ഞുങ്ങളെ 5 എണ്ണത്തിനെ കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഈ 109 പേജും നമ്മൾ വായിച്ചു, അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടോ. ഇതാണിപ്പോൾ നമ്മൾ വായിച്ചത്. അടുത്തത് നോക്കി, കത്താൻ സഹായിക്കുന്നത് എന്ത്? അടുപ്പിൽ വിറക് എപ്പോഴും നന്നായി കത്താറുണ്ടോ? അതൊരു ചോദ്യം കുഞ്ഞുങ്ങളെ. നോക്കിയേ, കത്താൻ സഹായിക്കുന്നത്. നമ്മൾ അടുപ്പിൽ വിറക് കത്തുമ്പോൾ അത് നന്നായി കത്താറുണ്ടോ? വിറകടുപ്പ് നന്നായി കത്താൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ചിലർ അടുപ്പ് കത്തിക്കുമ്പോൾ എന്തല്ലോ നിറച്ച് കുത്തി കയറ്റി ചില ആൾക്കാരുണ്ടെന്നറിയാം, വിറവ് വാരി വെച്ചേക്കുന്നതാണോ. അതിരുന്ന് നീറി പുകഞ്ഞ് ആ വീട് മൊത്തം നിന്ന് കത്തുമായിരിക്കും പുക കൊണ്ടല്ലേ. അങ്ങനെ കത്തിക്കരുതെന്നാണ് പറഞ്ഞത് കേട്ടോ. എന്ന് വെച്ചാൽ ആദ്യമേ നമ്മളിങ്ങനെ പുകയുമ്പോൾ എന്താണ്, കുഴൽ ഉപയോഗിച്ച് ഊതുന്നു. എന്താ നിങ്ങളെ? അടുത്ത ചോദ്യമായിട്ടാണ് വാട്ട് ഈസ് ടു ബി ഡൺ ടു മേക്ക് ദ ഫയർവുഡ് ബേൺ വെൽ? വിറക് അടുപ്പ് നന്നായി കത്താൻ എന്തെല്ലാം മാർഗ്ഗങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഒന്ന്, ബ്ലോയിങ് എയർ യൂസിങ് എ പൈപ്പ് ഉപയോഗിച്ചിട്ട് ഊതണമെന്ന് അല്ലേ. എല്ലാവരും ഒന്നും ഇപ്പോൾ പൈപ്പ് ഉപയോഗിച്ചൊന്നും അല്ലാതെ നമ്മൾ നോർമലി അങ്ങോട്ട് എന്തെങ്കിലും ഊതുക അല്ലേ. ഞാനൊക്കെ എങ്ങനെ പൈപ്പ് ഒന്നും എടുക്കാറില്ല. അഥവാ അടുപ്പ് കത്തിക്കുവാണെങ്കിൽ എന്താണ് അല്ലാതെ അങ്ങ് ഊതുക. ഇനി അത് ചിലവർക്ക് എന്താണെങ്കിലും ആ പൈപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റ് ആ കനലുള്ളിടത്തോട്ട് തന്നെ ആ പൈപ്പിൻ്റെ തുമ്പ് ചെല്ലുക. അതിനാണ് അത് ഉപയോഗിക്കുന്നത്. അത് നല്ല ഇതാണ്. പിന്നെ യൂസ് ഡ്രൈ വുഡ്. എപ്പോഴും ഉണങ്ങിയ വിറക് വേണം കത്തിക്കാൻ ഉപയോഗിക്കാൻ. നനഞ്ഞത് കൊണ്ട് വെച്ചാൽ അതിരുന്ന് പുകഞ്ഞ് മുറി മൊത്തവും പുകയായിട്ട് മാറും. അപ്പോൾ ഇപ്പോൾ യൂസ് ഡ്രൈ വുഡ്, ഉണങ്ങിയ വിറവ് വേണം.
അവോയ്ഡ് ആഡിങ് ടൂ മച്ച്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വിറകുകൾ വാരി അടുപ്പിനകത്ത് കൂടുതൽ വിറക് വെക്കുന്നത് ഒഴിവാക്കുക. ഒരുപാട് വാരി കയറ്റി വെക്കാതെ ആ അടുപ്പിന് പാകത്തിനുള്ള വിറക് വെച്ച് കത്തിക്കുക എന്ന് കേട്ടോ. അപ്പം അതിൻ്റെ ഇംഗ്ലീഷും മലയാളം ഉണ്ട് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ അതാണ് നമ്മളോട് ആ ചോദിച്ച ചോദ്യം. അടുത്ത, കത്താൻ വായു ആവശ്യമുണ്ടോ? എന്താ കുഞ്ഞുങ്ങളെ, കത്താന് വായു ആവശ്യമുണ്ടോ? ഒരു പരീക്ഷണം ചെയ്തു നോക്കുക. ഒരേ വലിപ്പമുള്ള 2 മെഴുകുതിരികൾ എടുക്കുക. ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ, ഇതിനകത്തിൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ നോക്കണ്ട. ഒരേ വലിപ്പമുള്ള 2 മെഴുകുതിരികൾ എടുക്കുക, രണ്ടും കത്തിച്ച് വെക്കുക. എന്നിട്ട് ഗ്ലാസ് കൊണ്ട് ഒരു മെഴുകുതിരി മൂടുക, 2 മെഴുകുതിരിയും നിരീക്ഷിക്കുക. അവയ്ക്ക് എന്ത് സംഭവിക്കുന്നു? എന്തോ കുഞ്ഞുങ്ങളെ, കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ ആണ് അല്ലേ? കത്താൻ സഹായിക്കുന്നത് ആരാണ്? അത് ഒരു മാർക്കിനെ ചോദിച്ചാൽ ഇതിൻ്റെ ഓക്സിജനാണ്. നമ്മളൊരു ഗ്ലാസ് വെച്ചിട്ട് ആ മെഴുകുതിരിയെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിനകത്ത് ഓക്സിജൻ കയറുന്നില്ല അല്ലേ? ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് എന്താ, അത് ഇതൊക്കെ എന്ത് ചെയ്യുന്നു, അതങ്ങ് അണഞ്ഞു പോകുന്നു. അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങളോട് ചോദിക്കും കേട്ടോ. ചോദിച്ചാൽ എഴുതാമല്ലോ. എന്താണ്, തുറന്നിരിക്കുകയാണെങ്കിൽ എന്താവും നിങ്ങളെ, അത് കത്തിക്കൊണ്ടിരിക്കുക. ഇനി നമ്മൾ അതിനെ ഗ്ലാസ് കൊണ്ട് അടയ്ക്കുകയാണെങ്കിൽ എന്താണ്, അത് ഇച്ചിരി കഴിയുമ്പോൾ അതങ്ങ് അണഞ്ഞു പോകുന്നു. കാരണം ഓക്സിജൻ്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് അത് അണഞ്ഞു പോകുന്നു. ഓക്കെ ആണോ? 110 പേജ് എളുപ്പം നമുക്ക് വായിക്കാം. അപ്പം നോക്കിയേ, യൂസ് ഫ്യൂവൽ. നമ്മൾ ഫ്യൂവലായോ കുഞ്ഞുങ്ങളെ? അടുപ്പ് ഉപയോഗിക്കുമ്പോൾ ഇപ്പം നമ്മൾ വായിച്ചത് എന്താ, അടുപ്പിൻ്റെ ചിത്രം നിരീക്ഷിച്ചല്ലോ. കത്തുമ്പോൾ ഉണ്ടാകുന്ന താപോർജ്ജം മുഴുവൻ ഉപയോഗപ്പെടുത്താറുണ്ടോ? താപനഷ്ടം കുറയ്ക്കാൻ എന്തെല്ലാം നമുക്ക് ചെയ്യാം? നമ്മളിനി അടുപ്പ് കത്തിക്കുമ്പോഴേ അത് ഞാൻ എഴുതിയില്ലല്ലേ. നമ്മളിപ്പോൾ അടുപ്പ് കത്തിക്കുമ്പോൾ ആ താപനഷ്ടം അല്ലേ, താപനഷ്ടം കുറയ്ക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാം? നമ്മളിപ്പം സ്റ്റൗവ് കത്തിക്കുവാണെങ്കിൽ തന്നെ ഏത് പാത്രമാണോ വെക്കുന്നത് ആ പാത്രത്തിൻ്റെ അളവിൽ ഉള്ള അല്ലെങ്കിൽ ബർണർ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, കത്തുന്നത്, അതിന് പരുവത്തിനുള്ള പാത്രം വേണോ അതിൻ്റെ മണ്ടയ്ക്ക് എടുത്ത് വെക്കാൻ. ചെറിയ ബർണറാണെങ്കിൽ എടുക്കാൻ വയ്യാത്തൊരു ചരിവ് എടുത്ത് എൻ്റെ മണ്ടയ്ക്ക് വെച്ചാൽ എന്താ, അത് ഒന്ന് ചൂടായി തന്നെ വരാൻ എത്രയോ മണിക്കൂറുകൾ എടുക്കുമല്ലേ. അതുപോലെ തന്നെ വലിയ ബർണറിനകത്തേക്ക് കൊണ്ടുവന്ന് ചെറിയ കുഞ്ഞ് ഗ്ലാസോ സോസ്പാനോ, ചെറിയ സോസ്പാനൊക്കെ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഗ്യാസ് ഫുള്ള് വെളിയിലോട്ട് കത്തുമായിരിക്കും അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ അടുപ്പ് കത്തിക്കുമ്പോൾ ആ ഗ്യാസ് ഫുള്ള് വെളിയിലോട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതാണ്. പാത്രത്തിനും അടുപ്പിനും ഇടയിൽ വിടവ് കുറവാകണം. നമ്മൾ കത്തിക്കുമ്പോൾ അതുപോലെ തന്നെ വിറക് ചെറിയ കഷ്ണങ്ങളാക്കി വേണം അടുപ്പേ വെക്കാൻ. എടുക്കാൻ വയ്യാത്ത വലിയ പീസ് തടിയെടുത്ത് അടുപ്പിൽ കയറ്റി വെച്ചാൽ കത്തുവോ? ഇല്ല. ചെറിയ ചെറിയ പീസാക്കി വേണം അടുപ്പിനകത്ത് വിറക് വെക്കാൻ. അടുപ്പിൽ വിറക് കുത്തി നിറയ്ക്കരുത്. മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. എല്ലാ ദിവസവും അടുപ്പിനകത്തിലെ ചാമ്പൽ എല്ലാ ദിവസവും വാരി അടുപ്പ് എപ്പോഴും വൃത്തിയാക്കി വെക്കണമെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 3 പോയിന്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് തന്നെ വേണമെന്ന് പറയുന്നില്ല കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 3 പോയിന്റ് മിനിമം എഴുതിയിരിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ താപനഷ്ടം കുറയ്ക്കാൻ എന്തെല്ലാം നമുക്ക് ചെയ്യാമെന്ന്. അടുത്ത, ഇന്ധനങ്ങളുടെ മറ്റു ഉപയോഗങ്ങൾ എന്തെല്ലാം നോക്കൂ കുഞ്ഞുങ്ങളെ. യൂസസ് ഓഫ് ഫ്യൂവൽ ഞാൻ ഇമ്പോർട്ടൻ്റ് മാത്രം എഴുതിയേക്കുന്നത്, ബാക്കി ഞാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ തന്ന ക്വസ്റ്റ്യൻ ആൻസർ അതുപോലെ ചോദിക്കണമെന്നൊന്നുമില്ല. ഏത് രീതിയിൽ ആ ക്വസ്റ്റ്യനും നമുക്കറിയത്തില്ല കുഞ്ഞുങ്ങളെ. പുതിയ ക്വസ്റ്റ്യൻ അല്ലേ, അപ്പോൾ അത് ഏത് രീതിയിലാണ് നമുക്കറിയത്തില്ല. ആ മോഡൽ ക്വസ്റ്റ്യൻ തരാൻ നമുക്ക് പറ്റത്തില്ല. ഏകദേശമൊക്കെ ഉള്ളതേ പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് യൂസസ് ഓഫ് ഫ്യൂവൽ, ഇന്ധനങ്ങളുടെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്. ഡീസൽ ഈസ് ജനറലി യൂസ്ഡ് ആസ് എ ഫ്യൂവൽ in heavy vehicle like a bus, truck and excavator. However, petrol, diesel and gas are used in light vehicles like a car and auto rickshaw. Factories utilize coal, gas and naphtha. ജെറ്റ് ഫ്യൂവൽ ഈസ് യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റ്. അതായത് ഞാൻ സെൻറ്റൻസ് മാറ്റി എഴുതിയേക്കാണ്. നിങ്ങൾക്കപ്പം പഠിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ തന്നെ വലുതായിട്ട് നിങ്ങളും ബുക്കിലോട്ട് എഴുതാം. എപ്പോഴും അതൊരു മെയിൻ പോയിൻ്റ് ആവും. നിങ്ങൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഷീറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഒരു ബുക്കോ എടുത്തിട്ട് അത് വലുതായിട്ട് നമ്മുടെ ബുക്കിലോട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് പഠിക്കാൻ പറ്റും. കുഞ്ഞായിട്ട് ചിലരുടെ ബുക്ക് നോക്കിയുണ്ടല്ലോ, നമുക്ക് ECG എടുത്തേക്കുന്ന പോലെ ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. അങ്ങനെയുള്ള അക്ഷരങ്ങൾ നമ്മൾ എഴുതുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ആ എഴുതുന്നത് വലുതാക്കി എഴുതുക എന്നുള്ളതാണ്. കാരണം വൃത്തിയുള്ള പേപ്പറിന് എന്തായാലും അതിൻ്റെയും മാർക്ക് കിട്ടും കുഞ്ഞുങ്ങളെ. വൃത്തിയായിട്ട് ബുക്ക് നമ്മുടെ പരീക്ഷയുടെ ഒരു പേപ്പർ നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ വൃത്തിയുണ്ടോ ഇല്ലയോ എന്നാണ് ആദ്യം നോക്കുന്നത് സത്യത്തിൽ കേട്ടോ. അപ്പോൾ ശരിയോ തെറ്റോ എന്നുള്ളതല്ല, നിങ്ങൾ അത് പരീക്ഷ എഴുതുമ്പം അതൊരു പ്രധാന ഘടകമാണ്. വീറും വൃത്തിയായിട്ടും വലുതായിട്ടും നമ്പറൊക്കെ ഇട്ട് എഴുതുക എന്നുള്ളത് കേട്ടോ.
അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഡീസലിൻ്റെ അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ യൂസസ് ആണ് പറയുന്നത്. നമ്മൾ ഡീസലിനെ കുറിച്ചാണ് ആദ്യം. ഇപ്പോൾ ഡീസലിനെ സംബന്ധിച്ച് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണേ, ഡീസൽ ഈസ് ജനറലി യൂസ്ഡ്, അതായത് നമ്മുടെ ബസ്, ലോറി, ഈ എക്സ്കവേറ്റർ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, മണ്ണുമാന്തി യന്ത്രം, മണ്ണ് മാന്തുന്ന യന്ത്രം ഉണ്ടല്ലോ, അത് തുടങ്ങിയവ ഇങ്ങനെയുള്ള വലിയ വാഹനങ്ങളിൽ പൊതുവെ ഡീസലാണ് ഉപയോഗിക്കുന്നത്. എന്തോത്തില വലിയ വാഹനങ്ങളായ ഏതൊക്കെയാണ്, ബസ്, ട്രക്കുകൾ, അതുപോലെ തന്നെ എക്സ്കവേറ്റർ തുടങ്ങിയവ, അങ്ങനെയൊക്കെയുള്ള വലിയ വണ്ടികളിലെല്ലാം എന്താ ഉപയോഗിക്കുന്നത്, ഡീസലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഹൗവർ പെട്രോൾ, ഡീസൽ ആൻഡ് ഗ്യാസ് ആർ യൂസ്ഡ് ഇൻ ലൈറ്റ് വെഹിക്കിൾസ്, അതായത് കാറ്, ഓട്ടോറിക്ഷ എന്നിവ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട്. എന്താ നിങ്ങളെ ഇപ്പോഴത്തെ കാലത്ത് പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടിയുണ്ട്, ഡീസൽ ഉപയോഗിക്കുന്നതുണ്ട്. ഇപ്പം എന്താ ഗ്യാസ് ഉപയോഗിച്ച് ഓടിക്കുന്ന നമ്മുടെ കാറുകളൊക്കെ ഇല്ലേ, കാറും സ്കൂട്ടറുകളും ഒക്കെ എന്താ ഗ്യാസ് ആർ യൂസ്ഡ് ഇൻ ലൈറ്റ് വെഹിക്കിൾസ്, കാറ്, ഓട്ടോറിക്ഷ. ഇനി ഫാക്ടറി യൂട്ടിലൈസ് കോൾ, ഗ്യാസ് ആൻഡ് നാഫ്ത. അതുപോലെ തന്നെ നിങ്ങളെ ഫാക്ടറികളിൽ കാണാൻ പറ്റുന്നുണ്ടോ, ഫാക്ടറികളിൽ കൽക്കരി, ഈ കോളിൻ്റെ മലയാളം ഓർത്തോണേ, കൽക്കരി എന്നാണ് കേട്ടോ, അതറിയാൻ വയ്യാത്തവരുണ്ടോ. ഗ്യാസിന് നാഫ്ത എന്ന് പറയുന്നുണ്ട്, തുടങ്ങിയവ നാഫ്ത കേട്ടോ, എന്നിവയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ജെറ്റ് ഫ്യൂവൽ ഈസ് യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റ്, വിമാനങ്ങളിലോ ജെറ്റ് ഫ്യൂവലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഇത് നമ്മൾ ഡീസൽ, പെട്രോൾ, ഫ്യൂവലിൻ്റെ യൂസസ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ഫ്യൂവൽ എന്തോത്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഒന്നും അറിയാൻ വേണ്ടി ഇതൊക്കെ അങ്ങ് എഴുതി വെച്ചേക്കണേ, മാർക്ക് കിട്ടുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ വലിയ വണ്ടികളായ ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രം എന്നിവയ്ക്കൊക്കെ നമ്മൾ പൊതുവേ ഡീസലാണ് ഉപയോഗിക്കുന്നത്. കാറ്, ഇന്നത്തെ കാലത്ത് കാറും അതുപോലെ തന്നെ സ്കൂട്ടർ അല്ലേ, ഓട്ടോറിക്ഷ, ചെറിയ വാഹനങ്ങളൊക്കെ നമ്മൾ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫാക്ടറികളിൽ കൽക്കരിയും ഗ്യാസും നാഫ്തയുമാണ് ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നത്. ഇത് വല്ലതാണോ നമ്മൾ വിമാനത്തിന്? അല്ല, ഏറ്റവും പ്യുവറായിട്ടുള്ള കേട്ടോ ജെറ്റ് ഫ്യൂവലാണ് വെച്ചാൽ നമ്മൾ എന്താ ഇത് കോളിൻ്റെ ഫസ്റ്റ് ഇതിലെടുക്കുന്നത് കേട്ടോ, ജെറ്റ് ഫ്യൂവലാണ് ഫസ്റ്റ്, ജെറ്റ് ഫ്യൂവലാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് പെട്രോള്, ഡീസല്, കെറോസിന്, പിന്നെ അങ്ങനെ താപ്പോട്ട് പോകുന്നത് കേട്ടോ, ടാറ് ഒക്കെ ഉണ്ട്. അതുപോട്ടെ, വിമാനങ്ങളിൽ ജെറ്റ് ഫ്യൂവലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെയാണ്, അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കുന്നതാണ് നിങ്ങളെ. അപ്പോൾ 7 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ ഉറവിടം എവിടെ നിന്നാണ്, എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഈ എഴുതിയതൊക്കെ എഴുതിയാൽ മതി. എന്താ ഇന്ധനങ്ങൾ, പെട്രോൾ, ഡീസൽ തുടങ്ങിയവ പെട്രോൾ പമ്പിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങളെ? പെട്രോളും ഡീസലും ഒക്കെ നമ്മൾ പമ്പിൽ ചെന്ന ആവശ്യത്തിന് നമ്മൾ വണ്ടി കൊണ്ട് ചെല്ലുന്നു, അടിച്ചുകൊണ്ട് പോരുന്നു അല്ലേ. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്, എവിടെ നിന്നാവും നിങ്ങളെ? അത് ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാക്കുന്നത്. അത് ഒരു മാർക്കിന് ചോദിച്ചിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങളെ. അതായത് പെട്രോള്, ഡീസല് എന്നിവയൊക്കെ നമ്മൾക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെയാണ്, ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാക്കുന്നത്. ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് അറിയാമോ? അടുത്തൊരു ചോദ്യമാണ്, ഈ ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ ഉണ്ടാകുന്നത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG, ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ്. വല്ല മനസ്സിലായോ? നമുക്ക് ക്രൂഡ് ഓയിലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർ എന്താ എഴുതണം കുഞ്ഞുങ്ങളെ? കോള്, ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആർ മെയ്ഡ് ഫ്രം ദ ഓർഗാനിക് മാറ്റർ ട്രാപ്ഡ് അണ്ടർഗ്രൗണ്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. Fuel used in daily life such as petrol, diesel, kerosene and LPG used for cooking are all refined product obtained from crude oil. അതിൻ്റെ മലയാളം എന്താ കുഞ്ഞുങ്ങളെ? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകങ്ങൾ എന്നിവ ഉണ്ടാകുന്നത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ എന്നിവയും പാചകത്തിന് ഉപയോഗിക്കുന്ന LPGയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നവയാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് എന്ത് ചോദിച്ചാലും നിങ്ങൾ ഇതങ്ങ് വെച്ച് താങ്ങിക്കോണം കേട്ടോ. വായിക്കാൻ അറിയാമല്ലോ. പെട്രോൾ, ഡീസൽ തുടങ്ങിയവ പെട്രോൾ പമ്പിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ഭൂമിക്കടിയിൽ നിന്നും ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ്. ഒരു മാർക്കിനൊക്കെ ചോദിച്ചാൽ ഈ ഒരു വരി അങ്ങ് എഴുതണം കേട്ടോ. പിന്നെ ക്രൂഡ് ഓയിലിൻ്റെ ഈ ക്വസ്റ്റ്യൻ ആൻസറും ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? എഴുതണേ, വൃത്തിയായിട്ട് ഇത് എഴുതിയെടുക്കണേ. പോസ് ചെയ്ത് നിങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തരുന്നത് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ക്രൂഡ് ഓയിലിൻ്റെ ഇംഗ്ലീഷാണ് ഇത്. ഓക്കെ ആണല്ലോ? 8 എണ്ണം പഠിച്ചല്ലോ.
അടുത്തത് ഓക്കെ ഉൽപ്പന്നങ്ങളാണ്. ഇനി നോക്കിക്കേ, ഉണ്ട് ഈ പടം നോക്കണമെങ്കിൽ ഡീസൽ, വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തീവണ്ടി, കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിക്കാനും കൽക്കരിയാണ് ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത്. പണ്ട് കാലത്തെ നമ്മുടെ ട്രെയിനൊക്കെ ഇല്ലേ, തീവണ്ടി, ട്രെയിനൊക്കെ കൽക്കരി കേട്ടോ വെച്ചാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. തീവണ്ടിയും കപ്പലും ഒക്കെ ഉണ്ട്. അവിടെ പിക്ചർ കൊടുത്തേക്കുന്നുണ്ടോ? എണ്ണക്കപ്പൽ, എണ്ണ ശുദ്ധീകരണശാല, പെട്രോൾ പമ്പ്, ഗ്യാസിൻ്റെ ഒക്കെ പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് എന്തോ ഉപയോഗിച്ചിട്ടായിരുന്നു, കൽക്കരി ഉപയോഗിച്ചിട്ടായിരുന്നു പോയത്. ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. നോക്കിക്കേ, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ. എന്താ കുഞ്ഞുങ്ങൾ ഈ ഫോസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ ജീവികളൊക്കെ ചത്ത് അയ്യത്തൊക്കെ കിടക്കത്തില്ലേ, ചത്ത് കിടന്ന് അളിഞ്ഞ് ആ മണ്ണിനോടങ്ങ് ചേരും അല്ലേ, അങ്ങനെ കിടക്കുന്നതിനെ ആ സത്യത്തിൽ ഫോസിൽ എന്ന് പറയുന്നത്. ഓരോ ജീവികളുടെയും അവശിഷ്ടങ്ങൾ കേട്ടോ. അതിപ്പം ഏത് ജീവികളുടെ ആയാലും അവശിഷ്ടങ്ങൾ അവിടെ കിടന്ന് ജീർണിച്ച് മണ്ണിനോട് ചേരുന്നു അല്ലേ. അങ്ങനെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെയൊക്കെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നത്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്താ, തീർന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളെയാണ് നോൺ റിന്യൂവബിൾ എനർജി. ഇനി റിന്യൂവബിൾ എനർജി എന്നാൽ എന്തെന്ന് അടുത്ത ഞാനിപ്പോൾ പറയുന്നുണ്ടോ നിങ്ങളെ, അപ്പം ഇത് തിരിഞ്ഞു പോകല്ലേ. റിന്യൂവബിൾ എനർജിയും നോൺ റിന്യൂവബിൾ എനർജി ഇതെന്താണ്? പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സാണ് നോൺ റിന്യൂവബിൾ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണേ. അതായത് ഇംഗ്ലീഷുകാർ നോക്കൂ നിങ്ങളെ, ഫോസിൽ ഫ്യൂവൽ ആർ ഫോസിലിനെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഇത് എഴുതിക്കോണേ. ഫോസിൽ ഫ്യൂവൽ ആർ ഫോംഡ് ഫ്രം the remains of living organism that existed on earth millions of years ago. Their stock decreases and eventually runs out by consumption. These are referred to as non-renewable energy resources. ഇത് 3 മാർക്കിൻ്റെ ചോദ്യമായിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന കേട്ടോ. 3 മാർക്കിന് ചിലപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്നൊക്കെ ചോദിക്കാം. അപ്പം നിങ്ങൾ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷുകാർക്കും മലയാളംകാർക്കും എഴുതാൻ പറ്റുമല്ലോ, എഴുതിയെടുക്കണേ. അടുത്തതാണ് നമുക്കൊരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ഒരു ഫ്ലോ ചാർട്ട് കണ്ടോ, ഫോസിൽ ഇന്ധനങ്ങൾ. അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയക്കാർ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ഫോസിൽ ഇന്ധനം നോക്കിയേ, ഫ്ലോ ചാർട്ട്. ഫോസിൽ ഇന്ധനങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് ഫോസിൽ ഫ്യൂവൽ, ഫോസിൽ ഇന്ധനങ്ങൾ, അത് നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, കോള് എന്നീ 3ആയിട്ടാണ്. നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, കോള്. അതിൽ ക്രൂഡ് ഓയിലിനകത്തിൽ വരുന്നതാണ് ഈ പറയുന്ന 5 എണ്ണവും. പെട്രോള്, ഡീസല്, LPG, കെറോസിൻ, ബിറ്റുമെൻ കേട്ടോ. പെട്രോള്, ഡീസല്, LPG, മണ്ണെണ്ണ, ബിറ്റുമെൻ എന്ന് പറയുന്ന 5 എണ്ണത്തിൻ്റെ പേര് മറന്നു പോകല്ലേ. ഇവിടെ 5, 1, 2, 3, 4, 5. പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, കൽക്കരി കേട്ടോ. മറന്നു പോലെ കുഞ്ഞുങ്ങളെ ഇത് കേട്ടോ. കണ്ടോ, ഈ ഒരു ബോക്സാണ് ഈ തന്നിരിക്കുന്നത്. ഇത് മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 9 ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുണ്ട് അല്ലേ. അടുത്ത 10ാമത്തെ, ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപമാണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി. അത് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം. ഇനി ഇതിനകത്തിൽ തന്നെ പിക്ചർ തന്നിട്ടുണ്ട്. ഖരം, അതായത് പലതരം ഇന്ധനങ്ങളെ പറ്റി മനസ്സിലാക്കിയില്ലേ, അവയിൽ ചിലത് ഏതാണ്? വിറക്, മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ, ജെറ്റ്, ഫ്യുവൽ, നാഫ്ത, കൽക്കരി, LPG തുടങ്ങിയവ. ഇത് കൂടാതെ മറ്റ് ഇന്ധനങ്ങളും കണ്ടെത്തി അവ ഏതെല്ലാം അവസ്ഥയിലാണെന്നനുസരിച്ച് എഴുതുക. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 ബോക്സ് തന്നിട്ടുണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡായിട്ട് കത്താൻ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? കട്ടിയുള്ളത് കത്താൻ ഉപയോഗിക്കുന്നത്, ലിക്വിഡായിട്ട് കത്താൻ ഉപയോഗിക്കുന്നത്, ഗ്യാസ് ആയിട്ടുള്ളതും ഏതാണെന്ന് എഴുതാനാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഖരം, ദ്രാവകം, വാതകം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. കട്ടിയുള്ളത് നമ്മൾ കത്താൻ ഉപയോഗിക്കാൻ, നമ്മൾ അടുപ്പ് കത്തിക്കാനൊക്കെ ഉപയോഗിക്കില്ലേ, ഇങ്ങനെ കത്താൻ ഉപയോഗിക്കുന്നതിൽ കട്ടിയുള്ളതും അതുപോലെ ലിക്വിഡായിട്ട് കത്താൻ ഉപയോഗിക്കുന്നതും ഗ്യാസ് ആയിട്ട് ഏതൊക്കെയാണ്? കട്ടിയുള്ളത് ഏതൊക്കെയാണ്? ഖരം, ഏതൊക്കെയാണ്? വിറക്,
കൽക്കരി അല്ലെ, കോള്, വിറക്, വുഡ്, കോളും ഒക്കെ. ദ്രാവകമായിട്ടുള്ളതോ ഞാൻ എഴുതിയിട്ടുണ്ടോ? ഓക്കെ, അതെ, വുഡ്, വിറക്, കോൾ, കൽക്കരി. അതുപോലെ തന്നെ പറയുന്നുണ്ട് കൗഡൻ കേക്ക്, ചാണകം ഉണങ്ങിയതുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, അത് നല്ല ഭയങ്കര ചൂടാണെന്നാണ് പറയുന്നത് കേട്ടോ. ഭസ്മം ഒക്കെ എടുക്കത്തില്ലേ നമ്മൾ, അതൊക്കെ ഒരുപാടുണ്ട് പറയാം അല്ലേ. നമുക്ക് കൗഡൻ കേക്ക്, ചാണകം ഭയങ്കര കനൽ, അതിലിപ്പോൾ ഒന്നും കിടത്തില്ല, അതിങ്ങനെ കിടക്കും. അടുത്ത ദ്രാവകമായിട്ട് നമ്മൾ കത്താൻ ഉപയോഗിക്കുന്ന പെട്രോളും ഡീസലും മണ്ണെണ്ണയും ഇല്ലേ, അത് എല്ലാത്തിൻ്റെ ഒരു 3 വീതം പഠിച്ചിരിക്കണം. ഇനി ഗ്യാസുകളാണ് CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. CNGയുടെ ഫുൾ ഫോം എന്താണ്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അത് നമ്മളെന്താ ഇപ്പോൾ അത് വണ്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബയോഗ്യാസ് എന്നിവയെല്ലാം. അപ്പം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഓക്കെ ആണല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. കാലക്രമത്തിൽ തീവണ്ടിയുടെ ഇന്ധന ഉപയോഗത്തിൽ വന്ന മാറ്റങ്ങൾ. ആദ്യകാലത്ത് കൽക്കരി തീവണ്ടിയായിരുന്നു, കോൾ ട്രെയിൻ ഫസ്റ്റ്. പിന്നീട് അതെന്തായി? ഡീസൽ തീവണ്ടിയിലോട്ട് മാറി. പിന്നീട് ഇപ്പോൾ വൈദ്യുത തീവണ്ടിയായിട്ട് മാറി. 3 വ്യത്യാസം. പണ്ട് കാലത്ത് കോൾ ട്രെയിൻ ആയിരുന്നു. കോളെന്ന് വെച്ചാൽ കൽക്കരി കൊണ്ട് ഓടുന്ന വണ്ടിയായിരുന്നു. പിന്നീട് അത് ഡീസൽ ട്രെയിനായിട്ട്, തീവണ്ടി ഡീസലായിട്ട് മാറി. പിന്നീട് അത് ഇലക്ട്രിക് ട്രെയിനായിട്ട് മാറി, വൈദ്യുത തീവണ്ടിയായിട്ട് മാറി. 3 സ്റ്റേജുകളെക്കുറിച്ച് പറയുന്നു. അടുത്തത്, വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലായിട്ടുമുള്ളത്. ഇന്ധനങ്ങൾക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി. വൈദ്യുതി ഇല്ലാത്ത ജീവിതം നമുക്കിന്ന് സങ്കല്പിക്കാൻ പോലും ആവില്ല. എങ്ങനെയായിരിക്കും വൈദ്യുതി ഉണ്ടാക്കുന്നത്? നമ്മുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വിവിധ രീതികളുമുണ്ട്. എങ്ങനെയായിരിക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിൽ വെള്ളത്തിലൂടെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിലൂടെ മാത്രമാണോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്നും ഒരു ചോദ്യം വരും അല്ലേ. ഫസ്റ്റ് നോക്കിയേ, ജലവൈദ്യുതി, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ജലചക്രത്തിൻ്റെ മാതൃക നിർമ്മിച്ചിട്ട് പരീക്ഷണം ചെയ്യുക എന്നാണ്. ഇവിടെ ഒക്കെ ഒരു ചിത്രം കണ്ടോ, ജലചക്രം. ഇത് ഈ ടർബൈനാണ് അല്ലേ. ഇതിനകത്തിലെ ഫോഴ്സിൽ വെള്ളം വീഴുമ്പോഴാണ് നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് കുറേ പറയുന്നുണ്ട്. എങ്ങനെയെല്ലാമാണ് ജലചക്രം കറങ്ങിയെന്നും വെള്ളം വീഴുന്നതിൻ്റെ ശക്തി കറക്കത്തിനെ സ്വാധീനിക്കുന്നുണ്ടോ, വെള്ളം നിറച്ച കുപ്പിയുടെ ഉയരം മാറ്റിയാൽ കറക്കത്തിൻ്റെ വേഗതയിൽ മാറ്റം വരുമോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. കണ്ടോ നിങ്ങൾ, ടർബൈനകത്തിൽ വെള്ളം എത്രയോ ഫോഴ്സിൽ വരുന്നു അത്രയും ഫോഴ്സിൽ അത് കറങ്ങുന്നുണ്ട് കേട്ടോ. കെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജ്ജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു. ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയക്കാരും മലയാളം മീഡിയക്കാരും ഞാനത് എഴുതിയില്ലോ നിങ്ങൾ, ഏതാണ്ട് വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു അല്ലേ. ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. ഇനി ഇത് ജലവൈദ്യുതി. ഇനി കാറ്റിൽ നിന്നും വൈദ്യുതി. കടലാസ് അല്ലെങ്കിൽ ഓല ഉപയോഗിച്ച് ഒരു പങ്ക നിർമ്മിക്കേണ്ട ഓല വെച്ച് പണ്ടൊക്കെ പമ്പരം പോലെ അത് ഓടുമ്പോൾ അത് കറങ്ങുമായിരുന്നു. നിങ്ങൾ ഉണ്ടാക്കിയ പങ്കയുമായി, ഞങ്ങളൊക്കെ പമ്പരം എന്നായിരുന്നു, പങ്കയുമായി പുറത്തേക്ക് ഇറങ്ങി നിൽക്കൂ. പങ്ക കറങ്ങുന്നുണ്ടോ? എപ്പോഴാണ് പങ്ക നന്നായി കറങ്ങുന്നത്? അതായത് നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ഒരു കമ്പയെ കുത്തി വെക്കുമ്പോഴേ നമ്മൾ നമ്മൾ ഓടുമ്പോൾ കാറ്റ് ഏത് ദിശയിലാണെന്ന് പഠിക്കുന്നത് അതിൻ്റെ അനുസരിച്ച് അത് കറങ്ങുമെന്ന്. കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഈ കഴിവ് ഉപയോഗപ്പെടുത്തി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ഇതിനുള്ള ഉപകരണമാണ് കാറ്റാടിയന്ത്രം അഥവാ വിൻഡ്മില്ല്. കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഈ കഴിവ് ഉപയോഗപ്പെടുത്തി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ഇതിനുള്ള ഉപകരണമാണ് കാറ്റാടിയന്ത്രം അഥവാ വിൻഡ്മില്ല്. വിൻഡ്മില്ലിൻ്റെ പങ്കകൾ കറങ്ങുമ്പോൾ, പങ്കകൾ എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ ഈ 3 കണ്ടോ, 3 ഇങ്ങനെ കൊടുത്തേക്കുന്നതാണ് കേട്ടോ. പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങുന്നു. ഈ ഊർജ്ജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിച്ചും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് ചിലപ്പം ഒരു മാർക്കിന് ചോദിക്കാം. കേരളത്തിൽ എവിടെയൊക്കെ കാറ്റാടി, എവിടെയൊക്കെയാ? കേരളത്തിൽ രാമങ്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരു മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണേ, അത് ഞാൻ എഴുതിയെടുത്തിട്ടില്ല, അതങ്ങ് എഴുതേക്കോണേ. കേരളത്തിൽ എവിടെയൊക്കെയാണ് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? ഇവിടെ രാമങ്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിലാണ്. എന്തുകൊണ്ടായിരിക്കും ഇവിടെ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചത്?
മനുഷ്യൻ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഊർജ്ജ രൂപമാണ് കാറ്റ്. സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയും യാത്രയ്ക്ക് കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചിരുന്നു. കൊടുങ്കാറ്റിന് വളരെയധികം ഉള്ളതിനാൽ ഇവ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിലൂടെ ഇത്തരം കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയാനാവും. മുന്നറിയിപ്പുകൾക്കനുസരിച്ച് മുൻകരുതലുകൾ എടുത്താൽ അപകടങ്ങളും നാശനഷ്ടങ്ങളും കുറയ്ക്കാം എന്നാണ് പറയുന്നത്. അടുത്ത സൂര്യപ്രകാശത്തിൽ നിന്നും, അപ്പോൾ ആദ്യം ജലത്തിൽ നിന്നും എങ്ങനെ വൈദ്യുതി ഉണ്ടാക്കാമെന്ന് തന്നായിരുന്നു. അതൊരു ജലചക്രം ടർബൈൻ ഉപയോഗിച്ച് കറക്കി എങ്ങനെയാണെന്നുള്ളതാണ്. രണ്ടാമത്തെ കാറ്റിൽ നിന്നും എങ്ങനെ വൈദ്യുതി ഉണ്ടാക്കാവുന്നതാണ്. അതിനാണ് കാറ്റാടി യന്ത്രം അല്ലെ വിൻഡ് മില്ല് ഒക്കെ ഉള്ളതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത മൂന്നാമത്തത് സൂര്യപ്രകാശത്തിൽ നിന്നും എങ്ങനെയാണ്. പുറത്ത് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ഒരു സ്റ്റീൽ പാത്രം വെക്കുക. കുറച്ച് കഴിഞ്ഞ ശേഷം പാത്രം തൊട്ടു നോക്കൂ, എന്താണ് അനുഭവപ്പെടുന്നത്, കാരണം എന്ത്, പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാലോ. ഏതെല്ലാം രീതിയിലാണ് സൂര്യപ്രകാശത്തിലെ ഊർജം പുറപ്പെടുവിക്കുന്നത്. സൂര്യപ്രകാശത്തിന് എന്തൊക്കെയാണ് നമ്മുടെ വസ്ത്രങ്ങൾ ഉണങ്ങുന്നതിന്, അതൊരു ചോദ്യമാണ്. ഏതെല്ലാം രീതിയിലാണ് സൂര്യപ്രകാശത്തിലെ ഊർജ്ജം ഉപയോഗപ്പെടുത്തുന്നത്. ഇൻ വാട്ട് വേസ് ആർ ദ എനർജി ഫ്രം സൺലൈറ്റ് യൂട്ടിലൈസ്ഡ്. വസ്തുക്കൾ ഉണങ്ങുന്നതിന്, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ എല്ലാം വരും. വസ്തുക്കളൊക്കെ ഉണങ്ങുന്നതിന് നമ്മൾ ഫോർ ഡ്രൈയിങ് ഒബ്ജക്റ്റ്, എന്തെങ്കിലും വസ്തുക്കൾ ഉണക്കണമെങ്കിൽ നമ്മൾ മുറ്റത്തിട്ട് വെയിലത്തിട്ട് ഉണക്കുമെന്ന് പറയില്ലേ, അത് സോളാർ വാട്ടർ ഹീറ്റർ യൂസ്ഡ് ഇൻ സോളാർ വാട്ടർ ഹീറ്റർ, സോളാർ വിളക്കുകൾ കേട്ടോ. എന്താണ് സൂര്യപ്രകാശത്തിൽ ഊർജ്ജം ഉപയോഗപ്പെടുത്തുന്നത്. സോളാർ വിളക്ക് കത്തിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സോളാറിൻ്റെ കാൽക്കുലേറ്റർ ഉണ്ട്, സോളാർ വാട്ടർ ഹീറ്ററുകളുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു മൂന്നെണ്ണത്തിൻ്റെ പേര് പഠിച്ചു വെക്കാണ്ട് ഇവിടെ നോക്കിക്കേ. സോളാർ കുക്കറുകളുണ്ട്, സോളാർ വാട്ടർ ഹീറ്ററുകൾ, സോളാറിൻ്റെ കാൽക്കുലേറ്ററുകൾ, സോളാർ ലൈറ്റ്, റോഡിലൊക്കെ ഇരിക്കുന്നില്ലേ സോളാർ ലൈറ്റ്, ഇത് ചെറിയ നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ലാമ്പുണ്ട് അല്ലേ, സോളാർ ലാമ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് ചിലപ്പോൾ പടം തന്നിട്ട് പേര് എഴുതാൻ ചോദിച്ചാൽ എഴുതാൻ അറിയണം. ഇവയ്ക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്. ഇവയുടെ സൗരോർജ്ജ പാനലുകൾ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു. ഇത് നോക്കിയേ, സൗരോർജ്ജ പാനലുകൾ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു. സൗരോർജ്ജ പാനലിലുള്ള സൗരോർജ്ജ സെല്ലുകൾ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. വീടുകളിലും സ്ഥാപനങ്ങളിലും സൂര്യപ്രകാശത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ വ്യാപകമായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് വൈദ്യുതി വാഹനങ്ങൾ. പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോടുകൂടിയ വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? 11. കുഞ്ഞുങ്ങളെ, പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റുകളുള്ള വാഹനങ്ങളുടെ പ്രത്യേകത എന്താണ്? രണ്ടെണ്ണമെങ്കിലും മിനിമം അറിയണം. ഫ്രീ ഫ്രം പൊല്യൂഷൻ അല്ലേ, ഇതിനെന്താ മലിനീകരണമില്ല അല്ലേ. ലോവർ മെയിൻ്റനൻസ് കോസ്റ്റ്, വലിയ ചിലവുകളും അതിന് ഉണ്ടാവുന്നില്ല. ഏതെങ്കിലുമൊക്കെ 2-3 പോയിന്റ് എഴുതി വെക്കണം. നമ്മുടെ നാട്ടിൽ ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ട വൈദ്യുത വാഹനങ്ങൾ ഉണ്ടെന്ന് നിരീക്ഷിച്ച് കണ്ടെടുത്തു. കാറ്, സ്കൂട്ടർ, പിന്നെന്താ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ എഴുതിക്കണം. പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ, സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയ ഊർജ്ജ സ്രോതസ്സുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമെന്നും എഴുതുക. പിന്നെ ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയല്ല. ഇത് 3 തീർന്നു പോകുന്ന സാധനങ്ങളല്ല. അതുകൊണ്ട് ഇത് പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, റിന്യൂവബിളും നോൺ റിന്യൂവബിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും അത് ചോദിക്കുന്നതാണ്. റിന്യൂവബിൾ എനർജി സോഴ്സസ് ലൈക്ക് സൺലൈറ്റ് ആൻഡ് വിൻഡ് ഡു നോട്ട് ഗെറ്റ് എൻഹോസ്റ്റഡ് ഡ്യൂ ടു കൺസംഷൻ. ദീസ് ആർ നോൺ as renewable energy resources. These energy sources do not cause air pollution. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകുന്നവയല്ല. ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നു. ഇവിടെ വായു മലിനീകരണം ഉണ്ടാകുന്നില്ല എന്നാണ്. ഇവിടെ ഫ്രീ ഫ്രം പൊല്യൂഷൻ, വായു മലിനീകരണം ഉണ്ടാകുന്നില്ല എന്ന് നമ്മളിവിടെ പറഞ്ഞില്ലേ, അത് തന്നെ. പിന്നെ കൊച്ചിൻ എയർപോർട്ടിനെ കുറിച്ചൊരു ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത്. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ്ജ പാനലുകളാണ്. ബയോഗ്യാസ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഇന്ധനം ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാകുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് കേട്ടോ. ബയോഗ്യാസ് എന്നാൽ എന്തെന്ന് ചോദിക്കുമ്പോഴും പരിസ്ഥിതി
പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വാതകമാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂളിലും വീട്ടിലും ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? ബയോഗ്യാസ് പ്ലാന്റിന്റെ പ്രവർത്തന രീതി കണ്ടു മനസ്സിലാക്കുക. അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിക്ചർ. ഊർജ്ജ ഉൽപാദനത്തിലുള്ള വ്യത്യസ്ത വഴികൾ നാം പരിചയപ്പെട്ടല്ലോ. ഇതുകൊണ്ട് മാത്രം നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്നും ചോദിച്ചിട്ടുണ്ട്. താഴെ നൽകിയിരിക്കുന്ന മാർഗങ്ങളും ഊർജ്ജ ഉൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഊർജ്ജ ഉൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നത് എന്തൊക്കെയാ? ഡീസൽ കൽക്കരി താപനിലയങ്ങൾ, തെർമൽ പവർ പ്ലാന്റ് യൂസിങ് എന്തൊക്കെയാണ്? ഡീസലും കോളും അല്ലേ. തിരമാലയിൽ നിന്നുള്ള ഊർജ്ജമുണ്ട്, ടൈഡൽ എനർജി. ഭൂതാപോർജം, ജിയോ തെർമൽ എനർജി, അണുശക്തി, ന്യൂക്ലിയർ എനർജി, ഇതൊക്കെ ഇതിനകത്തിൽ വരുന്ന. ഇനി ചൂടാറാപ്പെട്ടി, ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ളൊരു മാർഗം ഊർജ്ജനഷ്ടം തടയലാണ്. ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്ത് കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് ഈ ചൂടാറപ്പെട്ടി. ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജ്ജം ലഭിക്കുന്നത്. ഇതുപോലെ ഊർജ്ജനഷ്ടം തടയുന്ന മറ്റെന്തെല്ലാം ഉപകരണങ്ങൾ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി എഴുതുക. നോക്കിയേ, ബയോഗ്യാസ് എന്നാൽ എന്താണ്? ബയോഗ്യാസ് ഈസ് എ റിന്യൂവബിൾ എനർജി സോഴ്സസ് ദാറ്റ് ഡസ് നോട്ട് പൊല്യൂട്ട് ദ എൻവയോൺമെൻറ്റ്. ഒരു മാർക്കിന് ചോദിക്കുമ്പോൾ നമുക്ക് അത് എഴുതാം കേട്ടോ. മലയാളം മീഡിയത്തിന് ഇപ്പം ഞാൻ വരച്ച് കാണിച്ചല്ലോ, ആ വരി എഴുതിയാൽ മതി. ഡിവൈസസ് ആർ യൂസ്ഡ് ഇൻ ഹൗസ് ടു പ്രിവെൻറ്റ് എനർജി ലോസ്. ഊർജ്ജനഷ്ടം തടയുന്ന എന്തെല്ലാം ഉപകരണങ്ങൾ നാം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ? റൈസ് കുക്കറുണ്ട്, ഫ്ലാസ്ക് ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ എഴുതാം കേട്ടോ. ഭൂമിയുടെ ഇന്ധനങ്ങൾ, ഭാവിയുടെ ഇന്ധനങ്ങൾ, ഫോസിൽ ഇന്ധനങ്ങളുടെ വിവിധ ഉപയോഗങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇവയുടെ പരിമിതികൾ എന്തെല്ലാമാണെന്ന് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഈ പരിമിതികൾ ഇല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകളാണല്ലോ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ. എന്നാൽ എല്ലായിടത്തും എക്കാലത്തും ഒരേപോലെ സൂര്യപ്രകാശം ലഭിക്കാറുണ്ടോ? കാറ്റിൻ്റെ വേഗത ഒരുപോലെയാണോ? തിരമാലയുടെ കാര്യത്തിലും അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവയിൽ നിന്ന് എപ്പോഴും ഒരേ അളവിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ഈ പരിമിതികൾ മറികടക്കുന്ന പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം. ഹൈഡ്രജൻ, ജൈവ ഡീസൽ എന്നിവ ഇത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ്. ഇത്തരം ഇന്ധനങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്കിപ്പം അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല. നമ്മൾ ഈ തന്ന 15 ക്വസ്റ്റ്യനും വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നോക്കി, ഈ ചാപ്റ്ററിലെ 15 ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുണ്ട്. നിങ്ങളത് പഠിക്കുക. ബുധനാഴ്ച മുതൽ എക്സാമാണ്, അത് പോയി എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി കേട്ടോ. അപ്പോൾ 6ാമത്തെ ചാപ്റ്ററിൻ്റെ നോട്ട് ഫുള്ള് തന്നിട്ടുണ്ടോ നിങ്ങളെ? അത് വൃത്തിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, താങ്ക് യു.